എല്ലാവർക്കും നമസ്കാരം. LBApps ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ NIOS +2 വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ ചാപ്റ്റർ 8 എ കേസ് ഓഫ് സസ്പീഷൻ, ഈ ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ 2025 ഏപ്രിൽ ബാച്ചിലേക്കുള്ള NIOS SSLC +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC +2 പഠനം LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സുകളും ക്രാഷ് കോഴ്സൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പാഠഭാഗത്തിലേക്ക് കിടക്കാം. ചാപ്റ്റർ 8 എ കേസ് ഓഫ് സസ്പീഷൻ. എന്താണ് സസ്പീഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്? സംശയം എന്നാണ് അല്ലേ? നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഹെഡിങ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരിക്കലും നമ്മൾ ഒരു വ്യക്തിയെ പുറംചട്ട കണ്ടിട്ട് അവരെ നമ്മൾ വിലയിരുത്താനായിട്ട് പാടില്ല എന്ന് സന്ദേശം നൽകുന്ന ഒരു സ്റ്റോറിയാണ് എ കേസ് ഓഫ് സസ്പീഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ മനുഷ്യന്മാരാണ്, എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മൾ ചില ആളുകളെ അല്ലേ സംശയാസ്പദമായിട്ടുള്ള രീതിയിലൊക്കെ വെറുതെ വിലയിരുത്തും. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല അല്ലേ? ഒരാൾ എന്താണ് അല്ലെ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാതെ ഒരിക്കലും നമ്മൾ ഒരു ഊഹാപോഹത്തിൽ അദ്ദേഹത്തിനെ വിലയിരുത്താൻ പാടില്ല അല്ലേ? അപ്പം ഇങ്ങനെ ഒരു മെസ്സേജൊക്കെ നൽകുന്ന ഒരു സ്റ്റോറിയാണ് എ കേസ് ഓഫ് സസ്പീഷൻ എന്ന് പറയുന്നത്. ഇതാരാണ് എഴുതിയിരിക്കുന്നത്? നമ്മുടെ എഡ്ഗർ വേർലസിൻ്റെ ഒരു സ്റ്റോറിയാണ് കേട്ടോ ഈ കേസ് ഓഫ് സസ്പീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ബെൻസനും അതോടൊപ്പം തന്നെ ഇവാനുമാണ് കേട്ടോ. ഇവാനും ഡോക്ടർ ബെൻസനുമാണ് മെയിൻ കഥാപാത്രങ്ങൾ. നമ്മുടെ ഡോക്ടർ ബെൻസനും ഇവാനും കൂടാതെ മറ്റൊരു പ്രധാന കഥാപാത്രം കൂടി ഈ ഒരു സ്റ്റോറിയിലുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ഓഡ് സോർലി. അപ്പോൾ ഇങ്ങനെ 3 പേരടങ്ങിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എ കേസ് ഓഫ് സസ്പീഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ 3 കേന്ദ്ര കഥാപാത്രങ്ങളാണ് ഈ ഒരു കേസ് ഓഫ് സസ്പീഷനകത്ത് ഉള്ളത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കഥയിലേക്ക് കടക്കാം. ഇൻ ദ പാസേജ് വി ഫോളോ ഡോക്ടർ ബെൻസൺ, എ ഡോക്ടർ ഹു റിസീവ് ആൻ അർജന്റ് കോൾ ലേറ്റ് അറ്റ് നൈറ്റ് ടു അറ്റൻഡ് ടു എ ചൈൽഡ് ബർത്ത് അറ്റ് ദ സോർലി ഫാം. ദ സ്റ്റോറി begins with Dr. Benson waking up to the ringing of the telephone, feeling the cold floor under his feet as he searches for his slippers. He dresses quickly, noting the winter wind outside and feeling reluctant about the task ahead. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് നമുക്ക് ഡോക്ടർ ബെൻസൺ എന്ന് പറയുന്ന ആ പേര് തന്നെ അറിയാം. ബെൻസൺ എന്താണ്? ഒരു ഡോക്ടറാണ് അല്ലേ? അപ്പോൾ അദ്ദേഹം ഡോക്ടറാണെന്നുള്ളത് ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം അദ്ദേഹം ഇങ്ങനെ രാത്രിയിൽ, നമ്മളെല്ലാവരും രാത്രി നല്ല ഉറക്കത്തിലായിരിക്കും അല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡോക്ടർ ബെൻസൺ ഇങ്ങനെ നല്ല ഉറക്കത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതായത് പാതിരാത്രി ആകുന്ന ഒരു സമയമാണെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഉറക്കത്തിൽ ഇങ്ങനെ സുഖനിദ്രയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർ ബെൻസണിൻ്റെ ടെലഫോൺ റിങ് ചെയ്യുകയാണ്. ഓക്കെ, റിങ് ചെയ്ത സമയത്ത് നമ്മുടെ ഡോക്ടർ ബെൻസൺ ആ കോള് അറ്റൻഡ് ചെയ്യുന്നു. എവിടെ നിന്നാണ് ആ കോള് വന്നിരിക്കുന്നത്? നമ്മുടെ സോർലി ഫാമിൽ നിന്നാണ് ആ ഒരു കോള് വന്നിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ചൈൽഡ് ബർത്തിനെ കുറിച്ച്, ഒരു കുഞ്ഞു കുട്ടിയുടെ ജനനത്തിനെ ബേസ് ചെയ്തിട്ട് അല്ലേ, അതായത് ഒരു പ്രസവത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കോളായിരുന്നു നമ്മുടെ ഡോക്ടർ ബെൻസന് വന്നത്. അപ്പം എന്തായാലും നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന, ഇപ്പം നമ്മളാണെങ്കിലും രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു അർജൻറ്റ് കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറപ്പെടാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇതും. ഡോക്ടർ ബെൻസനും ഫേസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഒരു ചൈൽഡ് ബർത്താണ്. സോ നമുക്ക് അവിടെ നിന്ന് പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏതൊരു ഉറക്കത്തിലാണെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് മടിയൊക്കെ തോന്നും. എങ്കിൽ പോലും ഇങ്ങനെ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഡോക്ടർ ബെൻസൺ എന്ത് ചെയ്യുകയാണ്? പെട്ടെന്ന് റെഡിയാകുകയാണ്. എന്താ? അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ഫീലിംഗ് ദ കോൾഡ് ഫ്ലോർ അണ്ടർ ഹിസ് ഫീറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പാണ്. അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളൊക്കെ അതായത് ഭയങ്കര തണുപ്പായിട്ടുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്താണ് പെട്ടെന്ന് തന്നെ അദ്ദേഹം സ്ലിപ്പർ ചെരുപ്പുകളൊക്കെ കണ്ടുപിടിക്കുന്നു. ഒപ്പം തന്നെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറുകയാണ്. പെട്ടെന്നെല്ലാം ചെയ്ത് പുറത്തേക്ക് അദ്ദേഹം പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ എന്താണ്? പുറത്തുനിന്ന് നല്ല തണുത്ത് കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ കുട്ടിയുടെ ജനനത്തിന് ബേസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡോക്ടർ പോകുന്നത്. പാതിരാത്രിക്കാകുമ്പോൾ ഓർത്തോണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹത്തിന് എന്താ റിലക്റ്റൻ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? അദ്ദേഹത്തിനൊരു ചെറിയൊരു എന്താണ്
മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് ഈ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോകുന്നത്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളും ഇതേപോലെ നല്ല സുഖമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഇതുപോലെ നമുക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല. എന്നാൽ നമ്മുടെ മനസ്സ് ചെറിയൊരു രീതിയിലൊരു നമുക്ക് എന്താണ് ഒരു എന്താ പറയുക ഒരു മടിയൊക്കെ തോന്നും അല്ലേ, ഈ ഉറക്കം കളഞ്ഞിട്ട് പോകണമല്ലോ എന്നുള്ള ചിന്ത വരും. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡോക്ടർ ബെൻസന്റെ മനസ്സിലും ഒരു മടിയൊക്കെ തോന്നി അദ്ദേഹത്തിന് പോകാൻ വേണ്ടിയിട്ട്. എങ്കിലും സിറ്റുവേഷൻ വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് ഒഴിച്ചുകൂടാനും മേല അല്ലേ. അപ്പോൾ അദ്ദേഹം പെട്ടെന്നെല്ലാം ക്ലിയർ ചെയ്ത് പെട്ടെന്ന് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അടുത്ത് നോക്കി, ഇറ്റ് വാസ് എ ലോങ് ഡ്രൈവ് ടു ദ സോളി ഫാം. ആസ് ഹി ഡ്രവ് ഹി കെയിം അക്രോസ് എ ലീൻ മാൻ വിത്ത് സ്മോൾ ബ്ലാക്ക് ഐസ് ഫിൽഡ് വിത്ത് tears from the vein. Since Benson was bored and had nothing to do, when he saw the man, he was relieved. He offered him a ride. അതായത് നമ്മുടെ ഡോക്ടർ ബെൻസൺ ഇങ്ങനെ നമ്മുടെ ഓട്ട് സോളിഡ് ഫാമിലി അല്ലെങ്കിൽ ആ ഒരു ഫാമിലിക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, നല്ല സ്പീഡിൽ ഇങ്ങനെ, അതായത് കുറേ ദൂരമുണ്ട് അങ്ങോട്ടേക്ക് എത്താനായിട്ട്. അപ്പം ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെടുന്നത് ഒരു മനുഷ്യൻ, അതായത് ഒരു സ്മോൾ ബ്ലാക്ക് ഐസ് അല്ലേ, ഒരു കറുത്ത കണ്ണുകളിൽ ഇങ്ങനെ ഫിൽഡ് വിത്ത് ടീയേഴ്സ്, അതായത് കണ്ണുനീര്. കാറ്റിൽ നിന്ന് നമുക്കറിയാം, കാറ്റടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് എന്താണ് ഈ കാറ്റടിക്കുമ്പോഴത്തേനും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്ത്, ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മനുഷ്യനെ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഒഴുകുകയാണ്, കണ്ണുനീർ ഒഴുകുകയാണ്. എന്താണ് ഫ്രം ദ വിൻഡ് അല്ലേ, അതായത് ആ ഒരു കാറ്റടിക്കുന്നതിൻ്റെ ഇതിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സിൻസ് ബെൻസൺ വാസ് ബോർഡ് ആൻഡ് ഹാഡ് നത്തിങ് ടു ഡു, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസൺ തന്നെയാണ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നില്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ശരിക്കും ബോറടിച്ചാണ് വണ്ടി ഓടിച്ച് ഈ രാത്രിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ് എങ്കിൽ എന്താണ്, അദ്ദേഹത്തിന് വേറൊന്നും ചെയ്യാനായിട്ടുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചിന്തിക്കുകയാണ് എന്തായാലും ഈ ഒരു മനുഷ്യനെ കണ്ടു അല്ലേ, പോകുന്ന വഴിക്കാണ് ഈ മനുഷ്യനെ കണ്ടു, അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനെ കൂടെ റൈഡിന് വിളിക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം ചിന്തിക്കണം. അപ്പം അദ്ദേഹത്തിനെ നമ്മുടെ ബെൻസൺ വിളിക്കുകയാണ്, എന്നാൽ നീയും കൂടെ കയറിക്കോളൂ അല്ലേ വണ്ടിയിൽ നിന്ന്, ഇപ്പം ഞാൻ പോകുന്ന വഴിക്ക് നിന്നെ കണ്ട സ്ഥിതിക്ക് നീയും എൻ്റെ കൂടെ കൂടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മനുഷ്യനെയും കൂടെ ഡോക്ടർ ബെൻസൺ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ പങ്കുചേർക്കുകയാണ്. ഓക്കെ, ഇനി എന്താ സംഭവിച്ചതെന്ന് നോക്കിക്കേ. ദ മാൻ വാസ് ഓൺ ഹിസ് വേ ടു ഡെട്രോയിറ്റ്. ബോത്ത് ഓഫ് ദം കൺവേഴ്സ്ഡ് ആൻഡ് ബെൻസൺ ലേൺ ഫ്രം ദം ദാറ്റ് ദ മാൻസ് നെയിം വാസ് ഇവാൻ ആൻഡ് ദാറ്റ് ഹി വർക്ക്ഡ് ആസ് എ മെക്കാനിക്. ഡ്യൂറിംഗ് ദ വാർ ഹി ഡ്രവ് ആൻ ആംബുലൻസ് ഫോർ ദ ആർമി ഫോർ 4 years, ബട്ട് ഹി ഹാഡ് ബീൻ ഡ്രൈവിംഗ് എ ട്രക്ക് ഫോർ എ മന്ത് ആൻഡ് ഹാഡ് ലേറ്റ്ലി ലോസ്റ്റ് ഹിസ് ജോബ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മുടെ ഡെട്രോയിറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഈ ഒരു മനുഷ്യൻ അല്ലേ. ആ ഒരു സമയത്താണ് ഡോക്ടർ ബെൻസന് ഈ മനുഷ്യന് ലിഫ്റ്റ് കൊടുക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവർ തമ്മിൽ കൊച്ചു വർത്താനമൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു സംസാരത്തിൻ്റെ ഇടയിലൂടെ നമ്മുടെ ഡോക്ടർ ബെൻസൺ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് കേട്ടോ. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്, ഇവാൻ എന്നാണെന്നും അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്യുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്, ഡ്യൂറിങ് ദ വാർ, അതായത് യുദ്ധസമയത്ത്, ശരിക്കും പറഞ്ഞാൽ ഇതൊരു സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ. അപ്പം ഈ ഒരു വാറിൻ്റെ സമയത്ത് ഹി ഡ്രവ് ആൻ ആംബുലൻസ് ഫോർ ദ ആർമി ഫോർ 4 years, അതായത് സൈന്യത്തിൽ ഒരു 4 വർഷത്തോളം അദ്ദേഹം എന്താണ് ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു. അതിനുശേഷം ബട്ട് ഹി ഹാഡ് ബീൻ ഡ്രൈവിംഗ് എ ട്രക്ക് ഫോർ എ മന്ത് ആൻഡ് ഹാഡ് ലേറ്റ്ലി ലോസ്റ്റ് ഹിസ് ജോബ് അല്ലേ. അതിനുശേഷം എന്താണ് അദ്ദേഹം ഒരു ട്രക്ക് ഡ്രൈവർ ആയിരുന്നു. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാനായിട്ട് ഡോക്ടർ ബെൻസന് സാധിച്ചു. അപ്പോൾ അവരുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി എന്താ സംഭവിച്ചതെന്ന് നോക്കിക്കേ. ദേ ട്രാവൽ സൈലൻറ്റ്ലി അലോങ് ആൻഡ് ആസ് ദ റൈഡർ പ്ലേസ് ഹിസ് പാക്കേജ് ഓൺ ദ ഫ്ലോർ ദ മാൻ ലേൺ ഓവർ ആൻഡ് ഡോക്ടർ ബെൻസൺ ലുക്ക്ഡ് അറ്റ് ഹിം. ഹി നോട്ടീസ്ഡ് എ ബ്രൈറ്റ് റെഡ് സ്കാർ ഓൺ ഹിസ് cheek. Benson suddenly realized his watch to be missing and took the pistol from his leather holster from the below the seat and threatened the man to give his watch back. എന്താണ് അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഈ നമുക്കറിയാം നമ്മുടെ ആരാണ് ഡോക്ടർ ബെൻസന് ഒരു അപരിചിതനായിട്ടുള്ള ഒരാളെയാണ് കൂടെ കൂട്ടിയിരിക്കുന്നത് അല്ലേ. അധികം ഒന്നും നമുക്ക് ഈ ഇവാനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇവർ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു പോവുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഡോക്ടർ ബെൻസൺ നോട്ടീസ് ചെയ്യുകയാണ് നമ്മുടെ ഇവാൻ്റെ ചീക്കിൽ അല്ലെങ്കിൽ കവിളിൽ ഒരു മുറിപ്പാടൊക്കെ നമ്മുടെ ഡോക്ടർ ബെൻസൺ ഇങ്ങനെ നോട്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് അദ്ദേഹം മനസ്സിലാക്കുകയാണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വാച്ച് കണ്ടില്ല.
അതായത് വാച്ച് മിസ്സായതുപോലെ നമ്മുടെ ഡോക്ടർ ബെൻസിന് തോന്നുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇദ്ദേഹം വിചാരിക്കുന്നത് എന്താണ്, ഓക്കെ എൻ്റെ വാച്ച് എടുത്തിരിക്കുന്നത് ഇവാനാണ് എന്ന് ഇദ്ദേഹം കരുതുകയാണ് കേട്ടോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പിസ്റ്റൾ എടുത്ത് അല്ലെങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്ന തോക്ക് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയാണ്, മര്യാദയ്ക്ക് എൻ്റെ വാച്ച് തിരിച്ചു തന്നോ എന്ന് ഇവാനോട് ഡോക്ടർ ബെൻസൺ പറയുകയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡോക്ടർ ബെൻസന് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ വാച്ച് മിസ്സിംഗ് ആണെന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്നതാണ് കേട്ടോ, ഇയാൾ കരുതുവാണ് ആരാണ് ഈ വാച്ച് എടുത്തിരിക്കുന്ന ഇവാൻ തന്നെയാണ് എന്ന് ഇദ്ദേഹം ഉറപ്പ് വരുത്തുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവാനോട് പറയുന്നത് മര്യാദയ്ക്ക് എൻ്റെ വാച്ച് തിരിച്ചു തന്നു എന്ന് ആവശ്യപ്പെടുന്നത്. വെൻ ഇവാൻസ് പുട്ട് ദ സീക്രട്ട് പാക്കറ്റ് ബാക്ക് ഇൻ ടു ദ ഡോക്ടേഴ്സ് പോക്കറ്റ്, ഡോക്ടർ ബെൻസൺ assumed Evans had stolen his watch. Evans' appearance confirmed his suspicion that he was a thief. അതായത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡോക്ടർ ബെൻസിനോട് നമ്മുടെ ഇവാനെ ഈ ഒരു യാത്രാമധ്യേ ചോദിക്കുന്നുണ്ട്, എന്താ സിഗരറ്റൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിഗരറ്റൊക്കെ നമ്മുടെ ഡോക്ടർ ബെൻസിന് നമ്മുടെ ഇവാന് കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ബെൻസിൻ ഇങ്ങനെ തൂക്കും ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയാണ്, എൻ്റെ മോഷ്ടിച്ച വാച്ച് മര്യാദയ്ക്ക് തിരിച്ചു തന്നോ എന്നും പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഇവാൻ അറിയില്ല എന്താണ് ചെയ്യേണ്ടത്. ഒരു പക്ഷേ ഇവാൻ ആവാൻ മോഷ്ടിച്ചത്, അല്ലെങ്കിൽ ഇവാൻ ആയിരിക്കത്തില്ല മോഷ്ടിച്ചത്. അപ്പോൾ എന്തിരുന്നാലും നമുക്ക് കഥ വായിക്കുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ ഇവാൻ ഓർക്കുകയാണ് ഇതെന്താ ഡോക്ടർ ഇങ്ങനെ കാണിക്കുന്നത് എന്നോർത്തിട്ട് മുൻപേ വാങ്ങിച്ച അല്ലെങ്കിൽ ഡോക്ടർ ബെൻസനോട് വാങ്ങിച്ച ആ ഒരു സിഗരറ്റ് പാക്കറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഈ സിഗരറ്റ് പാക്കറ്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡോക്ടർ ബെൻസൻ്റെ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ ബെൻസൻ ഓർക്കും ഓക്കെ അത് ഇവാനാണ് എൻ്റെ വാച്ച് മോഷ്ടിച്ചത്, അപ്പോൾ അതുകൊണ്ട് അവനത് അപ്പം നമ്മുടെ ഡോക്ടർ ബെൻസൺ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അർജൻറ്റായിട്ടുള്ള കാര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഈ ഒരു സമയത്ത് ഡോക്ടർ ബെൻസൻ്റെ പോക്കറ്റിലേക്ക് ഇവാന് ഈ സിഗരറ്റ് പാക്കറ്റ് ഇടുന്നു. ഡോക്ടർ ബെൻസൺ വിചാരിക്കുന്നു എന്താണ് ഇവാനാണ് എൻ്റെ വാച്ച് മോഷ്ടിച്ചത്, സോ അവനിപ്പം എൻ്റെ വാച്ച് തിരിച്ച് എൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു എന്നുള്ളത് ചിന്തിക്കുകയാണ്. ഒപ്പം തന്നെ എന്താണ് അദ്ദേഹം മനസ്സിലാക്കിയാണ് ഓക്കെ ഇവൻ്റെ അപ്പിയറൻസ് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ഇവാൻ്റെ അപ്പിയറൻസ് എല്ലാം കണ്ട് തന്നെ നമ്മുടെ ഡോക്ടർ ബെൻസൺ മനസ്സിലാക്കിയാണ് എന്താ ഇവാൻ ഒരു തീഫാണ്, ഒരു കള്ളനാണ്. കാരണം ഓൾറെഡി നോട്ടീസ് ചെയ്തായിരുന്നു അല്ലേ, ചീക്കിലുള്ള ഒരു സ്കെയർ അല്ലേ, അതായത് ഒരു മുറിപ്പാടൊക്കെ നമ്മുടെ ഡോക്ടർ ബെൻസൺ എന്താണ് കൺഫേം അല്ലെങ്കിൽ നോട്ടീസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുകയാണ് ഓക്കെ ഇവൻ ഒരു കള്ളൻ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യാണ്, നമ്മുടെ ഇവാനെ അതിൽ നിന്ന് അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുകയാണ് കേട്ടോ. നമ്മുടെ വണ്ടിയിൽ നിന്ന് ലിഫ്റ്റ് കൊടുത്തായിരുന്നു ഡോക്ടർ ബെൻസൺ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിനെ ഈ ഒരു വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. ഓക്കെ, ഇനി അടുത്ത് എന്താണെന്ന് നോക്കിക്കേ, ഇനി എന്താ സംഭവിച്ചതെന്ന് നോക്കിക്കേ. ലേറ്റർ അറ്റ് സോളി ഫാം വെൻ ദ ഡോക്ടർ ടുക്ക് ഹിസ് വാച്ച് ഫ്രം ഹിസ് പോക്കറ്റ് to check the time and announce the newborn baby's birth time, he discovered that the watch had a cracked crystal and a damaged dial. When he flipped the watch, he saw an inscription saying named Evans. Dr. Benson judges Evans to be a bad person from his behavior and appearance, especially the scar. But in the end, he discovers that Evan is an able, good, brave, and innocent person. Sometimes the look of certain individuals misleads us into doing unpleasant things, such as passing judgment on people, which can lead to negative result. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് അങ്ങനെ നമ്മുടെ ഡോക്ടർ ബെൻസൺ നമ്മുടെ സോളി ഫാമിലിയിൽ എത്തിച്ചേരുകയും അതിനുശേഷം അദ്ദേഹം മനസ്സിലാക്കും ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഡോക്ടർ ബെൻസൺ നമ്മുടെ സോളി ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഓട്സോളിയുടെ വൈഫ് കുട്ടിയുടെ ജനനമൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് കുട്ടിയുടെ ജനന സമയം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടർ ബെൻസൺ ടൈം നോക്കുന്നതിന് വേണ്ടിയിട്ട് പോക്കറ്റിൽ നിന്ന് ഈ വാച്ച് എടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്, അപ്പോൾ ഈ ഒരു വാച്ച് ഡോക്ടർ ബെൻസന്റെ പോക്കറ്റിൽ നിന്ന് അദ്ദേഹം എടുത്തതിന് ശേഷം നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഓക്കെ അദ്ദേഹത്തിന് വാച്ച് അല്ല എന്നുള്ള അദ്ദേഹത്തിന് മനസ്സിലായല്ലേ. അപ്പം ഇത്രയും നാൾ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന തൻ്റെ വാച്ചല്ല താനിപ്പം പോക്കറ്റിൽ നിന്ന് എടുത്തിരിക്കുന്നതെന്നുള്ളത് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. കാരണം നമ്മളാണെങ്കിലും ഒരു സാധനം കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം നഷ്ടപ്പെട്ടു പോയിട്ട് പകരം വേറൊരു വസ്തു കണ്ടു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള രീതി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലേ അത് നമ്മുടേതല്ല എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ ബെൻസിന് പെട്ടെന്ന് മനസ്സിലാക്കുകയാണ് ഇത് തൻ്റെ വാച്ച് അല്ലല്ലോ എന്നുള്ള ചിന്താഗതി അദ്ദേഹത്തിന്
തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ സംശയത്തോടു കൂടി ഈ വാച്ച് എടുത്തിട്ട് അദ്ദേഹം നോക്കി ആ വാച്ച് ഇങ്ങനെ മറിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും എന്താണ് അതിലൊരു ലിഖിതം കാണുകയാണ്. അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്താണ് ഇവാൻസ് എന്ന് എഴുതിയിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു വാച്ച് ആരുടെ വാച്ചാണ്? നമ്മുടെ ഇവാൻസിൻ്റെ വാച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? അതായത് ഡോക്ടർ ബെൻസൺ അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം മനസ്സിലാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖത്തെ ആ ഒരു പാടൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ ബെൻസൺ എന്താ വിചാരിച്ചത്? നമ്മുടെ ഇവാൻ ഒരു ചീത്തയായിട്ടുള്ള മനുഷ്യനാണ്, അല്ലെങ്കിൽ അവനൊരു തീഫാണ്, ഒരു കള്ളനാണെന്നൊക്കെയാണ് അദ്ദേഹം വിചാരിച്ചത്. അങ്ങനെ പുറമേ അല്ലെങ്കിൽ പുറമേ ഉള്ള ആ ഒരു ഭാവം ഇതും കണ്ടിട്ട് നമ്മൾ ഒരാളെ വിലയിരുത്തുകയാണ്. അപ്പോൾ ഡോക്ടർ ബെൻസൺ അതാണ് പറ്റിപ്പോയത് അല്ലേ. ഇവാൻ്റെ ആ ഒരു പുറമേ ഉള്ള രീതിയും കാര്യങ്ങളും പെരുമാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡോക്ടർ ബെൻസൺ എന്താ വിചാരിച്ചത്? നമ്മുടെ ഇവാൻ ഒരു തീഫാണ്, കള്ളനാണ്, അവനാണ് എൻ്റെ ആ വാച്ച് മോഷ്ടിച്ചതെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ ഇവാൻ എങ്ങനെയുള്ള ആളായിരുന്നു? പാവമായിരുന്നു അല്ലേ. കാരണം അത്രയും, അതായത് അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ എൻ്റെ വാച്ച് എടുത്തുകൊണ്ട് പോയില്ല, നീ തിരിച്ചു തരണം എന്നുള്ള രീതി പറഞ്ഞപ്പോൾ നമ്മുടെ ഇവാൻ എന്താ ചെയ്തത്? പേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ ആ ഒരു വാച്ച് അദ്ദേഹത്തിൻ്റെ പോക്കറ്റ്, അല്ലെങ്കിൽ ഡോക്ടർ ബെൻസിൻ്റെ പോക്കറ്റിലിട്ട് ഇട്ട് കൊടുക്കുക ചെയ്തത് അല്ലേ. കാരണം അങ്ങനെ ചെയ്യാതിരിക്കായിരുന്നു. പക്ഷേ നമ്മുടെ ഇവാൻ ഒരു പാവം ആയതുകൊണ്ട് പേടിച്ചിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ്റെ വാച്ച് ആ ഡോക്ടർ ബെൻസിൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പം എത്ര നന്മയുള്ള ഒരു മനുഷ്യനാണെന്ന് നോക്കിക്കുക ഇവാന് ഇല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ബെൻസിന് ചുമ്മാ ഇങ്ങനെ വെറുതെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഒരു കള്ളനാണ് എന്ന് വെറുതെ സംശയത്തിൽ അല്ലേ അദ്ദേഹത്തിന് സ്വന്തം കാറിൽ നിന്ന് ലിഫ്റ്റ് കൊടുത്തത് ഡോക്ടർ ബെൻസൺ ആണ്. ആ വ്യക്തി തന്നെ നമ്മുടെ ഇവാനെ ഇറക്കി വിടുകയും ചെയ്തു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് എത്രമാത്രം വിഷമം വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡോക്ടർ ബെൻസിന് പിന്നെ മനസ്സിലാകുകയാണ്, എന്താണ് ഇവാന് മോശം വ്യക്തിയല്ലായിരുന്നു അല്ലേ, നല്ലൊരു വ്യക്തിയായിരുന്നു. അവൻ്റെ ആ ഒരു പെരുമാറ്റം, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ഭാവമൊക്കെ കണ്ടിട്ടാണ് ഞാൻ അവനെ തീഫാണെന്ന് വിചാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ അവനൊരു നല്ലവനായിട്ടുള്ളതും, അല്ലെങ്കിൽ അവൻ കഴിവുള്ളവനും, അല്ലെങ്കിൽ ഒരു ധീരനായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ഇവാനെന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ്. അല്ലെങ്കിൽ നിരപരാധിയായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഇവാനെന്ന് ഡോക്ടർ ബെൻസിന് മനസ്സിലാകുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? അതായത് ചില സമയങ്ങളിലൊക്കെ ചില വ്യക്തികളുടെ ഭാവം അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്താണ് പലരെയും നമ്മൾ പല കാര്യങ്ങളിൽ പഴിചാരുന്നത് അല്ലേ. സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ മനുഷ്യരെ മറ്റുള്ള ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നു? വിധി എഴുതുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാഠഭാഗമാണ് ഇത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണ് നോക്കിക്കേ. മെനി പീപ്പിൾ judge a book by its cover before even reading it, but they could be pleasantly surprised by what they find within. The same may be said about humans. Before making our own judgment, we must allow people the opportunity to demonstrate their true selves. ഇതാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് നോക്കാം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതായത് നമുക്കറിയാം പലതരത്തിലുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കാറുണ്ട് അല്ലേ. അപ്പം ആ പല പുസ്തകങ്ങൾക്കും എന്താണ് അതിൻ്റേതായിട്ടുള്ള പുറംചട്ടകളും ഉണ്ട് അല്ലേ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പുസ്തകം വായിക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ പുറംചട്ട കണ്ടിട്ട് നമ്മൾ ആ ബുക്കിനെ കുറിച്ച് വിലയിരുത്താറുണ്ട് അല്ലേ. പക്ഷേ എന്തായിരിക്കും, നമ്മൾ ആ പുസ്തകം വായിച്ചു വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ് വളരെയധികം നല്ല, അല്ലെങ്കിൽ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരുപാട് മെസ്സേജുകൾ പാസ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഇതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യം. ഒരിക്കലും നമ്മൾ എന്താണ് മനുഷ്യരെക്കുറിച്ചും ഇതേപോലെ തന്നെ അവരുടെ പുറമോടി കണ്ടിട്ട് ഒരിക്കലും നമ്മൾ അവരെ വിലയിരുത്തരുത്. അതായത് നമ്മുടെ സ്വന്തം വിലയിരുത്തൽ നമ്മൾ നടത്തുന്നതിന് മുൻപ് തന്നെ അവരുടെ യഥാർത്ഥ സ്വഭാവം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം നമ്മൾ അവർക്ക് നൽകണം അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഭാഗം, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്താണ് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ലാസ്റ്റ് പറഞ്ഞ ഒരു സെൻറ്റൻസ് നിങ്ങൾ കാണാതെ തന്നെ അത് പഠിച്ചു വെക്കുക. കാരണം ഇംഗ്ലീഷിൽ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നതെന്നുള്ളതിൻ്റെ ലാസ്റ്റ് ആ സമ്മറികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മിസ് ഇപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾ ആ സെൻറ്റൻസ് കാണാതെ തന്നെ പഠിച്ചു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വളരെ പ്രധാനപ്പെട്ട ആ ഒരു പോയിൻ്റാണ് മിസ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരിക്കലും നമ്മൾ ഒരു ബുക്കിൽ ആ ഒരു കാര്യം പറഞ്ഞു തന്നില്ലേ, അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പം ഈ ഒരു
ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ. ഇതേപോലെ അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഈസി ആകുന്ന രീതിയിൽ തന്നെയാണ് ചാപ്റ്റേഴ്സ് എടുത്തു പോകുന്നത് കേട്ടോ. അപ്പോൾ നിർത്തുന്നു.